ഗുഡ് മോർണിംഗ് യൂട്യൂബ്. അപ്പം ഗൈസ് നമ്മളിതാ ഇപ്പോൾ ഗോവ റൈഡിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഗൈസ്. നമ്മളിതിപ്പം ബൈക്കെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, നമ്മുടെ ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് ഇതാ ബൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹൊസൂറാണ് കേട്ടോ ഗൈസ് ഉള്ളത്. അപ്പോൾ നമ്മളിന്നലെ രാത്രി ഹൊസൂർ എത്തി. ഇപ്പോൾ ഹൊസൂറിൽ നിന്ന് നമ്മൾ ഇതാ ഇപ്പം ഗോവയിലോട്ടുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 660 കിലോമീറ്റേഴ്സോളം നമുക്ക് റൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇപ്പോഴേ തിരക്ക് തുടങ്ങി കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മുടെ ഗോവ റൈഡിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ്, ഇതാ നമ്മളിപ്പോൾ ഹൊസൂറിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ഇപ്പോൾ ഒരു 215 കിലോമീറ്ററോളം നമ്മൾ ഓടി. അപ്പോൾ ഇത് മെയിൻ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പം നല്ല റോഡ് കിട്ടി കേട്ടോ ഗൈസ്. ഇപ്പം നല്ല റോഡ്. ഇടയ്ക്ക് വെച്ച് ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ആ തുംകൂർ കയറിയ സമയത്തൊക്കെ ഭയങ്കര ഹെവി ട്രാഫിക്കായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. ഇപ്പം സമയം 11:30 അല്ലേ ദീപു? ദീപു സമയം എത്ര? അങ്ങനെ കഴിച്ചത് ഇപ്പം 11:30 മണി ഉച്ചയാവാറായി. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ചിത്രദുർഗ ഇനിയുണ്ട് കേട്ടോ ചേച്ചി. ഇനി ഏകദേശം 400 കിലോമീറ്ററിന് മേളിലുണ്ട് ഗോവ എത്താനായിട്ട്. ഗൈസ് അങ്ങനെ നമ്മളിത് ഇപ്പം 520 കിലോമീറ്റർ ഗൈസ് സെക്കൻഡ് ഡേ നമ്മളിത് ഇപ്പം കവർ ചെയ്ത് ഗോവയിലോട്ടുള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ സൺസെറ്റ് കണ്ടുകൊണ്ട് ഇതാ നിർത്തി കേട്ടോ. ഇത് അടിപൊളി സൺസെറ്റായി. നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റി. അടിപൊളി സൺസെറ്റ് കിട്ടി. ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ത്രോ കേട്ടോ. അത്യാവശ്യം നല്ല പ്രകാശമുണ്ട് കേട്ടോ ഈ ഫോഗ് ലാമ്പ്. പിന്നെ നല്ല ത്രോ ഉണ്ട്. ഇത് വൈറ്റ്, ഇത് യെല്ലോ ലൈറ്റ്, ഇതിൻ്റെ വൈറ്റ് ഉണ്ട്. ഇത് വൈറ്റ്, ഇത് ഹൈ ബീം. ഇതാണ് കോമ്പിനേഷൻ. ഇത് രണ്ടും കൂടെ ഉള്ളതാണ്. പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ ഫ്ലിക്കറിങ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ഗോവ വന്നതെന്ന് പറയുമ്പോൾ സൗത്ത് ഗോവ സൈഡിൽ കൂടെയാണ് കേട്ടോ. കർണാടക സൈഡിൽ കൂടെ നമ്മൾ ബെൽഗവി എന്ന് പറഞ്ഞ സ്ഥലത്ത് വഴിയാണ് നമ്മൾ ഇപ്പോൾ ഈ റൂട്ട് പിടിച്ചത്. ഇതിപ്പം നമുക്ക് ഡയറക്റ്റ് ഗോവ സിറ്റി ടൗൺ ഒന്നും ടച്ച് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് വാഗത്തോർ വന്ന് കയറാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ റോഡാണ്. ഇത് പക്ക ഫോറസ്റ്റിൻ്റെ അകത്തൂടെയാണ് നമ്മളിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞു സമയം. രാത്രി ഈ റോഡിൽ കൂടെ റൈഡ് ചെയ്യുമ്പോൾ നല്ല റിസ്ക്കാണ് കേട്ടോ. നല്ല ഹെയർ പിൻസ് ഉള്ള റോഡാണ്.
ഇപ്പോൾ നോർമൽ നമ്മൾ പനാജി റോഡിനെക്കാളും ഏകദേശം ഒരു 25 കിലോമീറ്റർ ഇത് കൂടുതലാണ് കേട്ടോ ഈ റോഡ്. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നേരത്തെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കണ്ട് പോകാൻ പറ്റും. ഫോറസ്റ്റ് തന്നെ ആയതുകൊണ്ട് രാത്രി വൈൽഡ് അനിമൽസിൻ്റെ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ പോവാമെന്ന് നമ്മടുത്ത് ഫോറസ്റ്റിൻ്റെ ഗാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഗോവ എത്താനായിട്ട് ഇനി ഒരു 65 കിലോമീറ്റർ കൂടെയുണ്ട്. അപ്പോൾ ഈ ഗട്ട് സെക്ഷൻ ഓൾമോസ്റ്റ് ഒരു 7 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു രാത്രി ഇപ്പം കാട്ട് റൂട്ട് വഴി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അറിയാമോ? റൂട്ട് അറിയാമോ? ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഗോവ എത്തി കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ടോട്ടൽ ഏകദേശം 670 കിലോമീറ്ററോളം ഇന്നലെ കവർ ചെയ്തു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ ഗോവയിലെടുത്ത അപ്പാർട്ട്മെൻറ്റ്. Airbnb വഴി ബുക്ക് ചെയ്തതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, 1 BHKയുടെ ഒരു അപ്പാർട്ട്മെൻറ്റാണിത്. അപ്പോൾ ഗൈസ്, എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കയറി ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.